നമസ്കാരം ഗൈസ്. ഇന്ന് നമ്മളുള്ളത് ന്യൂസിലൻഡില് ഓക്ലൻഡിൽ ഫ്ലാറ്റ് ബുഷ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ കുക്കിംഗ് സീരീസിലെ നമ്മൾക്ക് വേണ്ടി പാചകം ചെയ്തു തരുന്ന നമ്മളുടെ അതിഥി ആരാണെന്ന് നമുക്ക് പരിചയപ്പെടാം. Come on. Hello, ആൻറ്റി, നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മളുടെ ഓമിൻ്റെ മെമ്പേഴ്സിന് ആൻറ്റീനെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആൻറ്റി അത്രയും സുപരിചിതയാണ്. രാധാമണി ആൻറ്റി നമ്മുടെ നാരായണീയം ഗ്രൂപ്പിൽ ഒരു സജീവ മെമ്പറാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഓണം വരുമ്പോൾ നമ്മൾക്ക് വേണ്ടി അമ്പലപ്പുഴ പാൽപ്പായസം എല്ലാ വർഷവും ഉണ്ടാക്കി തരുന്നത് ആൻറ്റിയും ആൻറ്റിയുടെ മോൻ രഞ്ജിത്ത് ഏട്ടനും കൂടി കൂടിയിട്ടാണ്. അപ്പം നമുക്ക് ആൻറ്റിയുടെ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം. ആൻറ്റി പറയൂ, നാട്ടിൽ എവിടെ നിന്നാണ് ആൻറ്റി? നാട്ടിലെ പന്തളം. പന്തളത്തിനടുത്ത് വെൺമണി എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശമുണ്ട്. അവിടെയാണ് അച്ചൻകോവിലാറിന്റെ ഇടയ്ക്ക് അതിനടുത്ത്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം അല്ലേ? നല്ലൊരു സ്ഥലമാണ്. അപ്പൊ ആന്റി എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത് അവിടെ? ജോലി ഉണ്ടായിരുന്നോ? ജോലി ഉണ്ടായിരുന്നു എനിക്ക്. എവിടെയായിരുന്നു? ഞാൻ കുറച്ച് നാൾ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, 2-3 വർഷം ടീച്ചറായിട്ട്. അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് കോളേജിൽ ജോലി കിട്ടി. അങ്ങനെ കുറെ നാള് ജോലി നോക്കിയിട്ട് പിന്നെ പ്രിൻസിപ്പളായിട്ട് പ്രൊമോഷൻ കിട്ടി. അങ്ങനെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തു. ഇതൊരു പുതിയ അറിവാണ് കേട്ടോ. സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു ആന്റി ടീച്ചറായിരുന്നു എന്നും പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നും. അപ്പം എത്ര പേർക്ക് നമ്മുടെ കൂട്ടത്തിൽ അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മുൻ പ്രിൻസിപ്പളാണ്. ഓക്കെ. അപ്പം ഓണത്തെ പറ്റി പറയുമ്പോൾ ആന്റിക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ? സ്കൂളിൽ പഠിപ്പിച്ചിരുന്നോണ്ട് അവിടെയുള്ള ആഘോഷങ്ങൾ, വീട്ടിലെ ആഘോഷങ്ങൾ, ഏറ്റവും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഓർമ്മ? കോളേജിലായിരുന്നപ്പോൾ എല്ലാ വർഷവും അവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. കുട്ടികളെല്ലാവരും കൂടി അത്തപ്പൂടും. ഹൗസ് ബേസിസിൽ 4 ഹൗസ്, 4 പേര് 4 കോമ്പറ്റീഷൻ ആയിട്ട് ഇടും. അത് കഴിഞ്ഞ് ഇതുപോലെ സദ്യ ഉണ്ടാവും എല്ലാം. അതുപോലെ ഓണക്കളികളും ഇതുമെല്ലാം ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. അതിനുശേഷം ഇപ്പം ന്യൂസിലൻഡിലേക്ക് വന്നിട്ട് എത്ര വർഷമായി ആൻറ്റി? 10 വർഷമായി. 10 വർഷമായിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഓണാഘോഷങ്ങളുടെ മാറ്റങ്ങൾ, നമ്മളുടെ പരിമിതമായ സൗകര്യം, അതായത് പരിമിതമായ സൗകര്യം വെച്ച് നോക്കിയാൽ ഇവിടെ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളതൊന്നും മിസ് ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ നല്ലോണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ നന്നായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സത്യമാണ് പറഞ്ഞത്. അത് മെയിൻ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു മലയാളീസ്, നമ്മള് ഒരു ആഘോഷങ്ങൾ നമ്മൾ മുടക്കാറില്ല. അത്ര ശരിയാണ്. നാട്ടിൽ ചിലപ്പോൾ നമുക്ക് തിരക്കൊക്കെ ആണെങ്കിൽ നമ്മളത് മാറ്റി വെക്കും. പക്ഷെ ഇവിടെ നമ്മൾ ഇപ്പൊ നാട്ടിലെല്ലാവരും ഓണത്തിനൊക്കെ സദ്യ വരുത്തിക്കല്ലേ, വാങ്ങിച്ചു കഴിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഇവിടെ ഉള്ളവര് ഇപ്പോഴും ഉണ്ടാക്കാണ്, ഒരുമിച്ച് ചേർന്ന് നമ്മളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പതുക്കെ അടുക്കളയിലേക്ക് പോവാം അല്ലേ? നമുക്ക് ഇന്നത്തെ ഡിഷ് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയി പരിചയപ്പെടാം. ഓക്കെ, ശരി ആന്റി. അപ്പൊ ഇന്ന് ഓണത്തിന്റെ സദ്യ വിഭവങ്ങളിൽ ഏത് വിഭവമാണ് നമ്മളുടെ ഓമിന്റെ അംഗങ്ങൾക്കും ഞങ്ങൾക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കി തരാൻ പോണേ? നമുക്കിന്നൊരു പൈനാപ്പിൾ ഉണ്ട്. അപ്പൊ പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ? നല്ല വിഭവമല്ലേ? നല്ല മധുരമുള്ള ഒരു ഡിഷ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതെ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താമോ? മെയിൻ നമുക്ക് പൈനാപ്പിൾ വേണം. അതില് കുറച്ച് മുന്തിരിങ്ങ കൂടെ, അത് അവസാനം ചേർത്താൽ മതി. കറുത്ത മുന്തിരിങ്ങയാണോ നമ്മള് ഏത് ചേർത്താലും കുഴപ്പമില്ല. പക്ഷെ ഇതാകുമ്പോ കാണാൻ അതിനകത്ത് പ്രത്യേകം നമുക്ക് കാണാൻ പറ്റും. അതെ, ഒരു ചെറിയ ലൈറ്റ് പച്ച മഞ്ഞ കളറിനുള്ളിൽ നിറം കാണാൻ പറ്റും. പച്ചയായിട്ട് അത് കാണത്തില്ല, അതുകൊണ്ട് ഇത് എടുക്കുന്നു എന്നുള്ളത്. പിന്നെ ഇത് വേവിക്കുമ്പോൾ നമുക്ക് മഞ്ഞളും മുളകും ഉപ്പും കൂടി ചേർത്ത് വേവിക്കണം. ഓക്കെ, സാധാരണ പോലെ. അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പൈനാപ്പിളിന് കുറച്ച് പുളി ഉണ്ടാവും. അതെ. അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ആ പഞ്ചസാര അതിനെ കിടന്ന് കുറുകി വരട്ടി വരണം. അത് കഴിഞ്ഞ് അതൊന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ അരച്ച് കടുകും കൂടെ ചതച്ചിട്ട് ചേർക്കണം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കട്ടിയുള്ള തേങ്ങാപ്പാൽ. അപ്പൊ തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തേങ്ങാപ്പാൽ ചേർത്തിട്ട്. സാധാരണ തേങ്ങ അരച്ചിട്ടാണ് ചേർക്കാറ്. തേങ്ങാപ്പാൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് കഴിയുമ്പോൾ. കുറച്ച് തൈരും ചേർക്കണം, പുളിയുള്ള തൈര് ലേശം. അത് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ
കടുക് വറുക്കുക, അത്രയേ ഉള്ളൂ. നമ്മളുടെ സാധാരണ വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, മുളക്, കറിവേപ്പില. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ആവശ്യമുള്ളൂ കടുക് വറക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്താലോ? ഓക്കെ, പൈനാപ്പിൾ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളല്ലേ? നമുക്ക് അടുപ്പ് കത്തിച്ച് പാത്രം വെച്ചാലോ? അടുപ്പ് കത്തിക്കട്ടെ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉരുളിയാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ കട്ട് ചെയ്ത പൈനാപ്പിള് ആൻറ്റി അതിലേക്ക് ചേർത്തു പാത്രത്തിലേക്ക്. ഇതിന്റെ കൂടെ മഞ്ഞളും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒന്നും കൂടി ഇടുന്നു. ഓക്കെ, ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നമുക്കൊരു 2-3 സ്പൂൺ ഇട്ടാം. ഓക്കെ, ഇത് ടീസ്പൂൺ കൂടി അല്ല, അതിൽ ചെറിയ സ്പൂണാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 3-4 ടീസ്പൂൺ എന്ന് പറയാൻ വേണമെങ്കിൽ. ഉപ്പ് സ്പൂൺ ഉപ്പ് ഒരു 1-1.5-2 ടീസ്പൂണിന്റെ അടുത്ത് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അല്ലേ? ഇനി നമുക്കൊന്ന് വേവണം. മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. അടയ്ക്കണ്ട, വെള്ളം വറ്റണം. അതെ, അപ്പൊ തുറന്നു വെച്ച് തന്നെ വേവിക്കണം. അധികം വേവാനില്ലല്ലോ പൈനാപ്പിൾ, അതിന്റെ ഒരു പച്ച പോയാൽ മതി. ഓ ശരി, ഈ വെള്ളം അങ്ങ് വറ്റണം. പൈനാപ്പിളിന്റെ വെള്ളം വറ്റി കിട്ടിയാൽ മതി. വെള്ളം വറ്റി അപ്പോഴത്തേക്കും വേവുമായിരിക്കും അല്ലേ? നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓക്കെ, ഇപ്പൊ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കാറായോ ആൻറ്റി? ഇനി പഞ്ചസാര ചേർക്കാം. വറ്റിയിട്ടുണ്ടല്ലോ. എത്ര പഞ്ചസാര ചേർക്കണുണ്ട്? പുളിയുള്ള പൈനാപ്പിൾ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒരു മണവും പുളിയുടെ മണമാണ് വരുന്നത് കൂടുതൽ. അതെ, അപ്പൊ നന്നായിട്ടൊരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ കാണില്ല. ശരിയാണ്, ടീസ്പൂൺ ആണ്. ഒരു 5-6 ടീസ്പൂൺ പഞ്ചസാര. ഓക്കെ, മതിയാ, ഒത്തിരി മധുരം വേണ്ടല്ലോ. മധുരം ഇഷ്ടമുള്ളവരുണ്ട്. സാധാരണ കുറച്ചും കൂടെ വേണമെങ്കിൽ എന്നാൽ ചേർക്കാം. നമുക്ക് മതിയാവും അല്ലേ? അത് മതി. ഇനി ഈ വെള്ളം വറ്റണോ? പഞ്ചസാരയുടെ പഞ്ചസാരന്ന് വെള്ളം ഇറങ്ങും. അത് വറ്റി ഒന്ന് വരണ്ട. പഞ്ചസാര ഒരു പാവ് കാച്ചമ്പോ വരുന്ന പോലെ ഒട്ടൽ. ഇത് അടി പിടിക്കോ? ഇപ്പൊ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണോ? ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. അത്രേ ഉള്ളൂ. വിട്ട് നമ്മൾ പോയാൽ അടിക്ക് പിടിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ ഇതൊന്ന് വറ്റി വരണം വരെ വെയിറ്റ് ചെയ്യാം. അനിയപ്പോ ഇത് നല്ലോണം വറ്റി, ഇതിപ്പോ വറ്റിയാണല്ലേ? നമുക്ക് ഇനി വേണമെങ്കിൽ ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഇപ്പൊ ഒരുവിധം നന്നായി വറ്റി ഒരു അലുവ പരുവത്തിലായല്ലേ? ആയിട്ടുണ്ട്. അതെ, ഇനി തണുത്തതിന് ശേഷമാണോ നമ്മൾ ബാക്കിയുള്ള ചേർക്കുന്നത്? അതെ, ഇനി നമുക്ക് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് വരട്ടെ. നമുക്ക് അതുവരെ അത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് തണുത്തില്ലേ ആന്റി? തണുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മൾ വീണ്ടും അടുപ്പ് എത്തിക്കുമല്ലേ സാധനങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഇനി നമുക്കത് തേങ്ങാപ്പാലും കൂടി ചേർക്കാം. തേങ്ങാപ്പാല്. ഓക്കെ, തേങ്ങാപ്പാൽ ചേർത്തിട്ട് വറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ? ഇല്ല, ഇനി ഒന്ന് തിളച്ചാൽ മതി. തേങ്ങാപ്പാൽ ചേർത്ത് തിളക്കണം. ജസ്റ്റ് ഒന്ന് തിളക്കണം. ഓക്കെ, നമ്മൾ കടുക് ചേർക്കണം എപ്പോഴാ? എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ വാങ്ങാറാവുമ്പോ. വാങ്ങി മുഴുവൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് തൈര് ചേർത്തു. തൈര് ഒഴിക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തേക്കണത്. ഒന്ന് തിളയ്ക്കണം അല്ലേ? ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മുന്തിരിങ്ങയും കൂടി ഇടാം. മുന്തിരിങ്ങ വേണ്ട, ഒന്നൊന്ന് വാടി കിട്ടിയാൽ മതി. അതെ, നമ്മള് മുന്തിരിങ്ങ ഒന്ന് മുറിച്ചല്ലേ? 2 വലിയ മുന്തിരിങ്ങ, വലിയ മുന്തിരിങ്ങ. അപ്പൊ ഒന്ന് മുറിച്ചിട്ടിടാം. അതെ, ചേർക്കാറായി. തിളച്ചു തുടങ്ങി. നമുക്ക് ഇനി ഇതും കൂടി അങ്ങ് ചേർക്കാം. മതിയാവും. എല്ലാം കൂടി ഒന്ന് ഇളക്കി നോക്കിയാലോ? ചവി എന്റെ കയ്യിലായിരുന്നു നേരം. ഒരു കപ്പോ മൊത്തം മുറിച്ച് കഴിഞ്ഞപ്പോ 1 കപ്പ് മുന്തിരിങ്ങ ഉണ്ടായിരുന്നു. 1 പൈനാപ്പിളും 1 കപ്പ് മുന്തിരിങ്ങ. മുന്തിരിങ്ങ വേണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാവുന്നത്, തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് വാങ്ങാൻ പറ്റാൽ മതി. തിളച്ച വെള്ളത്തിൽ മുന്തിരിങ്ങ ഇട്ട് വെക്കുക. എന്നിട്ട് എല്ലാം തീർത്ത് നമ്മൾ കടുക് വറുത്ത് വാങ്ങുമ്പോ ആ മുന്തിരിങ്ങ അങ്ങ് ഇളക്കിയാൽ മതി. ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. തിളച്ചു. ഓക്കെ, പിന്നെ നമുക്ക് കടുക് വറക്കാനുള്ളത്. ഓക്കെ, പിന്നെ കടുക് വറക്കാനുള്ള പാത്രം നമുക്ക് അടുപ്പത്ത് വെക്കാം. ന്യൂസിലൻഡിൽ കാണാൻ കിട്ടാത്തൊരു പാത്രമാണ് കേട്ടോ ഇത്.
നല്ല ഇരുമ്പ് ചീഞ്ചട്ടി, മയക്കി ഇരിക്കണ ഇരുമ്പ് ചീഞ്ചട്ടി. ചട്ടി ചൂടായി വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്താലോ ശോഭേ, നമുക്കേ ഞാനൊരു ടിപ്പ് ചെയ്യാറുണ്ട്, എളുപ്പ വഴി. കടുക് വറുക്കാനായിട്ട്. എന്താന്ന് വെച്ചാല് അടുപ്പ് ഓഫ് ചെയ്യുവാണോ എൻ്റെ ഇപ്പം? അടുപ്പൊന്ന് ഓഫ് ചെയ്യാം, നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ. ഇതില് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കടുക് വറുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കടുക് വറുക്കും. ഓഹോ, കൊള്ളാട്ടോ ഇത്. നിറച്ച് ഫ്രഷ് ആയിട്ട് തന്നെ കടുക് വറുത്ത്, കൂടുതൽ കടുക് വറുത്ത് പാത്രത്തിലിട്ട് അടച്ചു വെച്ചിരിക്കുന്നു. അപ്പം അടുപ്പിന്റെ പാചകം ഭയങ്കരമായിട്ട് മെസ്സി ആവണത് ഒഴിവാക്കാൻ പറ്റും. ഇത് ഓരോ പ്രാവശ്യം കടുക് വറുക്കുമ്പോഴും എല്ലാ സ്ഥലത്തും തെറിക്കുന്നു, അത് ക്ലീൻ ചെയ്യുന്നത്, ആ ജോലി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം എണ്ണ ഊറ്റിയിട്ടിട്ടാണോ ബാക്കി വെക്കുന്നത്? എണ്ണയോട് അബ്സോർബ് ചെയ്തോളുമല്ല. ആണല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് കടുക് വറുത്ത് ഡയറക്റ്റ് ആയിട്ട് ഇടാം. അപ്പൊ എന്നാ ഇട്ടോളൂ ആന്റി. നമ്മളിതിൽ പൊടിച്ചു വെച്ചേക്കണ കടുകും കൂടി ചേർക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? നമ്മൾ തേങ്ങയും കടുകും കൂടി, തേങ്ങ അരച്ച് കടുക് ചതച്ചിടുന്നതിന് പകരം കടുക് പൊടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന കടുകിന്റെ അതൊന്ന് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് തന്നെ വേണ്ട. അതെ, ഒരു 1/4 ടീസ്പൂൺ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ കഴിഞ്ഞ പരിപാടി തീർന്നു. നമുക്കിനി ഉരുളിയിൽ തന്നെ വെച്ചേക്കണോ പാത്രപാചകത്തിന് വേണ്ടി? പാകം വരാനായിട്ട് 5 മിനിറ്റ് അതേ ഇരുന്നിട്ട് നമുക്ക് ചായ കുടിച്ചു വന്നിട്ട് എടുക്കാം. ഓക്കെ. ഇത് നമ്മുടെ വാചകവും കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള നല്ലൊരു ചായയും പരിപ്പൊടി. ഇത് വേറെ ആർക്കും ഇല്ല കേട്ടോ. താങ്ക് യു ആൻറ്റി. വെൽക്കം. ഇങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നമുക്ക് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം അല്ലേ? നല്ല നിറമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കി ഇത്രയും കളർ വരാറില്ല. ഒരു ചെറിയൊരു മഞ്ഞ കളറാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ വരാറ്. കാശ്മീരി ചില്ലി ഇട്ടില്ലേ? ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം. പിന്നെ നല്ലോണം വരട്ടി, ഞാൻ അത്രയും വരട്ടാൻ ശ്രമിക്കാറില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല മധുരം. ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങ അരയ്ക്കാണ്ട് പച്ചടി കഴിക്കുന്നത്, പൈനാപ്പിൾ പച്ചടി കഴിക്കുന്നത്. പക്ഷെ നല്ല രുചിയുണ്ട്. മധുരം ചേർത്തത് പാകത്തിനായിട്ടുണ്ട്. ഒന്നും നമ്മള് മധുരം കൂടിയല്ലോ? ഇല്ല, ഒന്നും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കും ഒന്നും ചെയ്തിട്ടില്ല കുക്ക് ചെയ്യുന്നതിന് ഇടയ്ക്ക്. എല്ലാം നമ്മളെല്ലാം മണമാണ്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് ആൻറ്റി. താങ്ക് യു സോ മച്ച്.